ഹായ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ എന്ത് കാര്യത്തിലാണ് സ്റ്റക്കായി നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഇതിൽ സ്റ്റക്കായി നിൽക്കുവാൻ എന്താണ് കാരണം? അതിനെ എങ്ങനെയാണ് മറികടക്കേണ്ടത്? മറികടന്നാൽ നിങ്ങളെ തേടിയെത്തുന്ന ഒരു റിസൾട്ട് എന്തായിരിക്കും? നിങ്ങളിപ്പോൾ എന്തിലാണ് സ്റ്റക്കായി നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഏതൊരു സ്നേഹബന്ധത്തിലാണ്? ഏതൊരു വ്യക്തിയുടെ സ്നേഹം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്കത് സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് അറിയാത്തൊരവസ്ഥയിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് റിലേഷൻ ബേസിസ് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. അതിൻ്റെ ഒരു മുറിവുകൾ നിങ്ങളെ ഈ സ്നേഹം സ്വീകരിക്കണോ വേണ്ടയോ എന്ന അവസ്ഥയിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നത് അതാണെന്നാണ് കാണുന്നത്. ഇതിനെ മറികടക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നൊരവസ്ഥയിലല്ല നിൽക്കേണ്ടത്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു മാർഗം നിങ്ങൾ സ്വീകരിക്കുക. അത് നിങ്ങളുടെ ഒരു പുനർജനനമായിരിക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ച് തീരുമാനിച്ച് ഒന്ന് സെലക്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. അത് നിങ്ങളുടെ ഒരു റീബർത്തിലേക്ക് നയിക്കുമെന്നാണ് കാണുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ എന്താണ് നിങ്ങൾക്ക് ഔട്ട്കം കിട്ടുക എന്ന ചോദ്യത്തിന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരുമെന്നാണ് കാണുന്നത്. അത് ഒരു മെച്യൂർ ആയിട്ടുള്ള സ്നേഹമായിരിക്കുമെന്ന് കൂടി കാണുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന പോസിറ്റീവായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉൾക്കൊള്ളുക, നെഗറ്റീവായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിട്ടുകളയുക.